ഹലോ ഗൈസ്, ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലൈവ് ഇടുന്ന സമയത്ത് പലരുമായിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, ഉപ്പച്ചിക്ക് എന്താ പണി, നിങ്ങൾക്ക് എന്താ പണി, ഏട്ടൻ എന്താ ജോലി, പണിയൊന്നും ഇല്ലേ? ഇതിനുള്ള ഉത്തരവാട്ടോ ഞാൻ ഈ പറയുന്നത്. ഈ കാണുന്നതാണ് എൻ്റെ ജോലി. വീഡിയോസിൻ്റെ തുടക്കത്തിൽ കാണിച്ചതുപോലത്തുള്ള സാധാരണ സ്ഥലങ്ങളില്ലേ, അങ്ങനത്തെ സ്ഥലത്ത് ചെങ്കല്ലുള്ള സ്ഥലം നോക്കിയിട്ട് ഇതുപോലെ സൈറ്റാക്കി എടുക്കും. നിരത്തി ഗ്രൗണ്ട് പോലത്തെ സ്ഥലമാക്കിയിട്ട് എടുക്കും. സാധാരണ സ്ഥലങ്ങൾ, പാറുള്ള സ്ഥലം നോക്കിയിട്ട് കേട്ടോ, ചെങ്കൽ പണയാണ് അത്. ഇതുപോലെ നിരത്തി കഴിഞ്ഞിട്ട് പിന്നെ കുറ്റിയടിക്കും. അതേമാതിരി ഈ തോതൊക്കെ വെച്ചിട്ട് അളവ് കറക്റ്റാക്കും. എന്നിട്ട് നൂലിട്ടിട്ട് ചെയ്യും, കറക്റ്റ് ലെവൽ നോക്കിയിട്ട്. എന്നിട്ട് ഇതുപോലത്തെ മെഷീൻ എടുത്തിട്ട് ആ നൂല് കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെ ഡ്രൈവറും ക്ലീനറും കറക്റ്റ് ലെവൽ കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കല്ലായിട്ട് കിട്ടും. ചില സ്ഥലത്ത് ചെങ്കൽ എന്ന് പറയും, ചില സ്ഥലത്ത് പിന്നെ ചെങ്കൽ പണ എന്ന് പറയും, ചെറിയൊരു റെഡ് സ്റ്റോൺ എന്ന് പറയും. അങ്ങനെ പല രീതിയിൽ പറയും. അങ്ങനെ കട്ട് ചെയ്തിട്ട് 4 ഭാഗമായിട്ട് മുറിക്കും. 4 ഭാഗമായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പിന്നെ അതിൻ്റെ അടിവശമാണ് ഈ കട്ട് ചെയ്യണ മെഷീനാണ് ഈ കാണുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. കണ്ടല്ലേ അടിവശം. ഇതാണ് ഇതിൻ്റെ വാൾ കേട്ടോ. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവരും അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കല്ല് കണ്ടല്ലേ വരുന്നത്, ഇങ്ങനെ കല്ല് വരും. ആദ്യകാലത്ത് ഇങ്ങനെ നല്ല മട്ടാസ് ഉപയോഗിച്ചാണ്ടായിരുന്നു. ഇപ്പോൾ മെഷീനറികളാണ്. അത് ഇതുപോലെ കല്ലായിട്ട് വന്ന് വീട് വെക്കാനുള്ള കല്ലുകളാണ്. ഇതുപോലെ ആവും. ഇതൊരു പുതിയ കോറി കേട്ടോ. ഈ എടുക്കുന്നത് പൊട്ടുകല്ലാണ്, നല്ല കല്ലല്ല, മുറിക്കല്ലുകളാണ്. ടിപ്പറിൽ കൊണ്ടുപോയി തൊട്ടും കരിങ്കല്ല് പോലെ. ഇത് പുതിയ കോറി ആയതുകൊണ്ടാണ് ഇങ്ങനെ വേസ്റ്റ് കല്ല് കൂടുതലുള്ളത്. നല്ല കല്ലിൻ്റെ ഈ കാണുന്ന വണ്ടിയിൽ നല്ല കല്ല് കയറ്റി വെച്ചിരിക്കണം. ലോഡിങ്ങിൻ്റെ ഒന്നും എടുത്തിട്ടില്ല. നിങ്ങളെ അഭിപ്രായം പോലെ പറയും. നല്ല വീഡിയോസ്, ഫുൾ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ഇട്ട് തരും. ഇപ്പോൾ ഞാനിതിൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ തന്നത് കേട്ടോ. ഇത് നല്ല കല്ലാണ്. ഇങ്ങനെയാണ് ഗൈസ് എൻ്റെ ജോലി. ഓക്കെ.